പെരിയാർ തീരത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കുമെന്ന പ്രചരണം നടത്തിയ പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ്. 100 വർഷമായി തീരദേശത്ത് താമസിക്കുന്നവരെ കുടിയിറക്കുമെന്ന പ്രചരണം അഴിച്ചുവിട്ടത് രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണ്. ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കാനാവില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ പറഞ്ഞു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ 4 വാർഡുകളിലുള്ള നാട്ടുകാരെയാകെ CPM ആശങ്കയിലാക്കിയിരിക്കുകയാണ്. കുടിയൊഴിപ്പിക്കൽ പ്രചരണമാണ് ഇവർ ഇവിടെ നടത്തിയത്. ശാന്തിപ്പാലം മുതൽ പരപ്പ് വരെ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും വ്യാപാരികളെയും കുടിയൊഴിപ്പിക്കും എന്നായിരുന്നു പ്രചരണം. തുടർന്ന് ഞായറാഴ്ച 2-ന് ചപ്പാത്തിൽ നാട്ടുകാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും CPM പ്രതിനിധികളായ 2 പഞ്ചായത്ത് അംഗങ്ങളുടെയും പേരിലാണ് നോട്ടീസ് ഇറക്കിയത്. ആസൂത്രണ കമ്മീഷൻ അംഗം എന്ന പേരിൽ CPM ജില്ലാ സെക്രട്ടറി പങ്കെടുക്കുമെന്നും നോട്ടീസിലുണ്ട്. തീരദേശ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന CPI കോൺഗ്രസ് അംഗങ്ങളുടെ പേര് നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല. മറ്റു സാമുദായിക രാഷ്ട്രീയ സംഘടനകളെയും ക്ഷണിച്ചിരുന്നില്ല. ഇതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മോളും വാർഡ് മെമ്പർ ശ്രീ ബിനുവും അതുപോലെ വർഗീസും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരു കമ്മിറ്റി വിളിച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഏകദേശം 100 വർഷങ്ങളായി തീരദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ് ശാന്തിപ്പാലം മുതൽ പരപ്പ് വരെയുള്ള നിവാസികൾ. അവരുടെ ആശങ്കകൾ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയപരമായി ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കി CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ലോബി, അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ളൊരു സംരക്ഷണ മുന്നണി എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കൂട്ടി ജനങ്ങളെ ഭയചിതരാക്കുന്ന ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. ഒരു സൈഡിൽ ജനങ്ങൾക്ക് തീരദേശവാസികൾക്ക് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ആശങ്ക മുകളിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ ആറ്റ് സൈഡിൽ താമസിക്കുന്നവരെ തീരം കയ്യേറിയവരായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം ഉണ്ടാകാൻ പോകുന്നു. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കുടിയേറ്റക്കാരോ അല്ലെങ്കിൽ നദിയുടെ ഇരു സൈഡുകളും കയ്യേറിയവരായി ചിത്രീകരിച്ചുകൊണ്ട് നടത്താൻ പോകുന്ന CPMന്റെ ഒരു വിലകെട്ട രാഷ്ട്രീയമായിട്ടാണ് ഇതിനെ കോൺഗ്രസ് കാണുന്നത്. ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റും മറ്റു മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളെ നോട്ടീസ് അടിച്ചിറക്കി കാര്യങ്ങൾ മനസ്സിലാക്കി മാപ്പ് പറഞ്ഞില്ല എങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണെന്നും കുടിയിറക്കുമെന്ന പ്രചരണം CPM ബോധപൂർവം സൃഷ്ടിച്ചതാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. താമസക്കാരെയും വ്യാപാരികളെയും ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന ഒരു നടപടിയും ഇതുവരെ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കി. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ നടത്തിയ പ്രചരണം വാർത്തയായതോടെ യോഗം മാറ്റിവെക്കുകയും ചെയ്തു. തെറ്റായി കുടിയിറക്ക് പ്രചരണം അഴിച്ചുവിട്ട പ്രസിഡന്റും മറ്റംഗങ്ങളും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ പറഞ്ഞു. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.